കേട്ടിട്ട് പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളെ കൂടി ഇന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യ വിഭാഗം ഏതാണ്? 4 വിഭാഗങ്ങളുടെ പേരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ ഏത് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? 1 നോവൽ, കവിത, ചെറുകഥ, നാടകം. ഇതിലേത് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? കവിതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് കാവ്യം ഏത്? മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് കാവ്യം കുമാരനാശാൻ്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് കാവ്യം. ഓപ്ഷൻ സി. 3 റുമേനിയയിലെ കാർപ്പാത്തിയൻ മലനിരകളിലെ അന്ധവിശ്വാസങ്ങളെ അധികരിച്ച് രചിക്കപ്പെട്ട ലോകപ്രസിദ്ധ നോവൽ ഏത്? 4 നോവലുകളുടെ പേരുകൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിലേതാണ് ലോകപ്രസിദ്ധമായ നോവലെന്ന്. 1 ഡ്രാക്കുള, 2 ഫ്രാങ്കൻസ്റ്റീൻ, 3 ലെ മിസറബിൾസ്, 4 കുറ്റവും ശിക്ഷയും. ലോകപ്രസിദ്ധമായിട്ടുള്ള നോവൽ ഏതാണ്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡ്രാക്കുള. റുമേനിയയിലെ കാർപ്പാത്തിയൻ മലനിരകളിൽ നിരവധി അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസങ്ങളെല്ലാം അധികരിച്ചുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ഒരു നോവലാണ് ഡ്രാക്കുള. പേടിപ്പെടുത്തുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒക്ടോവിയ പാസിൻ്റെ സൺസ്റ്റോൺ എന്ന കാവ്യം കടമ്മനിട്ട രാമകൃഷ്ണൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ആ കൃതിയുടെ പേരെന്ത്? നമുക്കറിയാം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ അല്ലേ? ലെസ് മിസറബിൾ എന്ന കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലയാള കവിയായ കടമ്മനിട്ട രാമകൃഷ്ണൻ ഒക്ടോവിയ പാസിൻ്റെ സൺസ്റ്റോൺ എന്ന കവിത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അതേതാണ്? കാട്ടുജാതി, സൂര്യശില, കുറുത്തി, കിരാതവൃത്തം. ഇതെല്ലാം തന്നെ കടമ്മനിട്ടയുടെ കൃതികളാണ്. ഇതിനകത്ത് സൺസ്റ്റോൺ എന്ന കാവ്യവുമായി ബന്ധപ്പെട്ട് വന്നത് ഓപ്ഷൻ ബി ആണ്, സൂര്യശില. അടുത്ത ചോദ്യം, 5-മത്തേത്, കുമാരനാശാൻ്റെ പ്രരോദനം എന്ന വിലാപകാവ്യം ആരെക്കുറിച്ചുള്ളതാണ്? എല്ലാവർക്കും ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം, നിത്യ പരിചിതമായൊരു ചോദ്യവും ഉത്തരവും തന്നെയാണ്. എങ്കിൽ പോലും ഇത് ആർക്കെങ്കിലും ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നൽകിയത്. AR രാജരാജവർമ്മയുടെ മരണത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം എന്ന കവിത രചിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 6 ഒരു പുരുഷ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുള്ള അനിതാ ദേശായിയുടെ നോവൽ ഏത്? സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുമുള്ളതാണ്. ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ, ഫയർ ഓൺ ദ മൗണ്ടൻ, ഇൻ കസ്റ്റഡി, വെയിറ്റിംഗ് ഓഫ് മഹാത്മാ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഇൻ കസ്റ്റഡി. അനിതാ ദേശായിയുടെ ഒരു കൃതി നോവലാണ്. അതിനകത്തൊരു പുരുഷ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള കടന്നു പോകുന്ന ഒരു നോവലും കൂടിയാണ്. ചോദ്യം 7 ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആശയഗംഭീരൻ ആശാൻ തന്നെയാണ്, കുമാരനാശാൻ തന്നെയാണ്. കുമാരനാശാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്നേഹഗായകൻ. സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി കവിതകൾ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് ആശാന് സ്നേഹഗായകൻ എന്നുകൂടി പേര് വന്നത്. അതുപോലെ ആശാൻ്റെ കവിതകൾക്കെല്ലാം നല്ല ഗാംഭീര്യമുള്ള ആശയങ്ങളാണ്. ജാതി വിവേചനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആശാനെ ആശയഗംഭീരനെന്നും സ്നേഹഗായകനെന്നും അറിയപ്പെടുന്നു. വള്ളത്തോൾ നാരായണമേനോൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നു. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉജ്ജ്വല ശബ്ദാട്ടൻ എന്നും അറിയപ്പെടുന്നു. അടുത്തൊരു ഓപ്ഷനാണ് ജി ശങ്കരക്കുറുപ്പ്. മിസ്റ്റേക്ക് കവി എന്നും അവധൂതനായ കവി, അവധൂതൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവധൂതനായ കവി എന്ന് നമ്മൾ പറയുന്നത് പി കുഞ്ഞിരാമൻ നായരെയാണ്. ഒരു ഉത്കടമായ കൃതികൾ എഴുതിയിട്ടുള്ള ആൾ തന്നെയാണ് ജി ശങ്കരക്കുറുപ്പ്. അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക്. അപ്പോൾ 4 ഓപ്ഷനെ നമ്മൾ പരിചയപ്പെടുക. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന ആശാൻ സി ആണ്. 8-മത്തെ ചോദ്യം, ഒരു നായയെ പ്രധാന കഥാപാത്രമാക്കി
എം പി നാരായണപിള്ള രചിച്ച നോവൽ ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരിണാമം, വിപരീതം, അസുരവിത്ത്, മനുഷ്യൻ. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി എം പി നാരായണപിള്ള രചിച്ച നോവലാണ് പരിണാമം. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് ആൻസർ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്നൊരു ചെറുകഥയുണ്ട്. അതിനകത്തും ഒരു നായ, ചേന്തൻ പറയനും അദ്ദേഹത്തിൻ്റെ ഒരു നായയും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. 99 വെള്ളപ്പൊക്കത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു ചെറുകഥയാണ്. വെള്ളപ്പൊക്കം വരുമ്പോൾ ആ വീട്ടിലെ എല്ലാവരും, എല്ലാ ജീവികളും അവരുടെ വീട്ടിലെ സാധന സാമഗ്രികളുമെല്ലാം വള്ളത്തിൽ കയറ്റി മറുകരയ്ക്ക് പോവുകയാണ്. പക്ഷേ ഈ നായയെ മാത്രം രക്ഷിക്കാൻ പറ്റുന്നില്ല. അത് പുരയുടെ ഏറ്റവും മുകളിൽ കയറിയിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും അതിന് ഇറങ്ങി വരുന്നുമില്ല, വരാനും പറ്റുന്നില്ല. കാരണം ചുറ്റും വെള്ളമാണ്. മറുകരയിൽ നിന്നും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് വാ, ഇല്ലെങ്കിൽ ഇനിയും വെള്ളം കയറും, നമ്മൾ വള്ളവും മുങ്ങും, ഞങ്ങൾക്ക് നിങ്ങൾ അപ്പോഴൊട്ടും രക്ഷിക്കാൻ സാധിക്കില്ല, വേഗം വരൂ എന്ന് അപ്പുറത്ത് നിന്ന് ആളുകൾ പുഴയുടെ അക്കരയിൽ നിന്നും കൂകി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ പലവട്ടം ശ്രമിച്ചിട്ടും കിട്ടാണ്ടായപ്പോൾ നായയെ വളരെയധികം വേദനയോടെ ഉപേക്ഷിച്ചവർ പോവുകയാണ്. അങ്ങനെ വെള്ളമെല്ലാം ഇറങ്ങിയതിന് ശേഷം നായകൻ വീട്ടിൽ വീണ്ടും വള്ളത്തിൽ തന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ മരണപ്പെട്ട് അസ്ഥികഷ്ണങ്ങളായി കിടക്കുന്ന തൻ്റെ ഓമന നായയാണ് കാണുന്നത്. അപ്പോൾ ആ ദുഃഖങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന തകഴിയുടെ ഒരു ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. പിന്നെ നമുക്കറിയാം ടി പത്മനാഭൻ്റെ ശേഖൂട്ടി, അതും ഒരു നായ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ളതാണ്. പിന്നെ നമുക്ക് ബഷീർ ജയിലിൽ കിടന്നപ്പോൾ ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ പേരാണ് ടൈഗർ എന്നുള്ളത്. അപ്പോൾ ടൈഗർ ബഷീറിൻ്റെതാണ്, ശേഖൂട്ടി ടി പത്മനാഭൻ്റെയാണ്. പിന്നെ നമുക്കറിയാമല്ലോ പൊൻകുന്നം വർക്കി ശബ്ദിക്കുന്ന കലപ്പ എന്ന അതിനകത്തൊരു കാളയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. മൃഗങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കഥാപാത്രമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കഥ രചിച്ചിരിക്കുന്നത് ആരാണെന്നറിയാമോ? ടി പത്മനാഭനാണ്. ലോക ചെറുകഥ മത്സരത്തിൽ അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി പത്മനാഭനാണ് ലോക ചെറുകഥാ മത്സരത്തിൽ സമ്മാനാർഹമായത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആരാണ്? എം പി നാരായണപിള്ളയുടെ നായയെ കഥാപാത്രമാക്കിയുള്ള ഒരു കഥ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ 9. ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷനൊന്നും വായിക്കുന്നില്ല, കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. 10ാമത്തെ ചോദ്യം, പരീക്ഷ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ പോവുകയാണ്. പരീക്ഷ എന്ന നാടകത്തിൻ്റെ രചയിതാവ് CJ തോമസ്, N കൃഷ്ണപിള്ള, TN ഗോപിനാഥൻ നായർ, കാവാലം നാരായണപ്പണിക്കർ. ഇവരൊക്കെ നാടകരചയിതാക്കളാണ്. ഇതിലാരുടെ നാടകമാണ് പരീക്ഷ? TN ഗോപിനാഥൻ നായർ, സി ആണ് ഉത്തരമായി വരുന്നത്. 11. കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ നായികയാർ? ആശാൻ്റെ ഒരു ഖണ്ഡകാവ്യമാണ് കരുണ. കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ നായിക വാസവദത്തയാണ്, ബി ആണ് ഉത്തരം. 12. ഒരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2000 കോപ്പികൾ 2000 വ്യത്യസ്ത ചിത്രങ്ങളോടെ പുറത്തിറങ്ങി. ആ ഗ്രന്ഥമേത്? കേരള ചരിത്രം, OV വിജയൻ്റെ തലമുറകൾ, ഖസാക്കിൻ്റെ ഇതിഹാസം, അഗ്നിച്ചിറകുകൾ. ഖസാക്കിൻ്റെ ഇതിഹാസവും അല്ലെങ്കിൽ തലമുറകൾ എന്ന പരാമർശിക്കുന്ന കൃതിയുമൊക്കെ OV വിജയൻ്റെതാണ്. അഗ്നിച്ചിറകുകൾ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. ഇവിടെ 2000 കോപ്പിയാണ് പുസ്തകത്തിൻ്റെതായിട്ട് ഇറങ്ങിയത്. 2000 കോപ്പിക്കും 2000 വ്യത്യസ്ത ചിത്രങ്ങളായിരുന്നു. അത് OV വിജയൻ്റെ തലമുറകൾ എന്ന ഗ്രന്ഥമത്തിനായിരുന്നു അങ്ങനെ വ്യത്യസ്ത ചിത്രങ്ങൾ ആയിട്ട് പുറത്തിറങ്ങിയത്. 13. ദുരവസ്ഥ എന്ന ആശാൻ കൃതിയിലെ നായികയാർ? ജാതി മത വിവേചനങ്ങൾക്ക് അടിസ്ഥാനമാക്കി ഒരുപാട് കോലുകളൊക്കെ സൃഷ്ടിച്ച ആശാൻ്റെ ഒരു കൃതിയാണ് ദുരവസ്ഥ. അതിനകത്തെ നായിക സാവിത്രി അന്തർജനം, സീത, കാവ്യ, ഗായത്രി. ആൻസർ ഓപ്ഷൻ എ, സാവിത്രി അന്തർജനം. ഗാന്ധിജിയുടെ ആത്മകഥ എത്ര രൂപയ്ക്കാണ് വിറ്റിരുന്നത്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ.
അത് വിറ്റിരുന്നത് 5 രൂപ, 10 രൂപ, 1 രൂപ, 2 രൂപ. ഇതിൽ എത്ര രൂപയ്ക്കാണ് ഗാന്ധിജിയുടെ ആത്മകഥ വിറ്റിരുന്നത്? ഓപ്ഷൻ സി, 1 രൂപയ്ക്കാണ് ഗാന്ധിജിയുടെ ആത്മകഥ വിറ്റിരുന്നത്. കുമാരനാശാൻ അപകടം സംഭവിച്ച് മരിക്കാനിടയായ നദി ഏത്? ആധുനിക കവിത്രയമായ കുമാരനാശാൻ ഒരു ബോട്ടപകടത്തിലാണ് മരിച്ചത്. അത് ഏത് നദിയിൽ വെച്ചായിരുന്നു ആ ബോട്ടപകടം ഉണ്ടായത്? ഭാരതപ്പുഴ, പമ്പ, പെരിയാറ്, പല്ലനയാറ്. ഏതായിരുന്നു? ഓപ്ഷൻ ഡി, പല്ലനയാറ്. ഏത് ബോട്ടായിരുന്നു? റെഡീമർ ബോട്ട്. ഏത് വർഷമായിരുന്നു? 1924. അപ്പോൾ 1924 പല്ലനയാറ്റിൽ വെച്ചുണ്ടായ റെഡീമർ ബോട്ടപകടത്തിലാണ് കുമാരനാശാന് അപകടം സംഭവിച്ചത്. ചോദ്യം 16. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ, പന്തളം കേരളവർമ്മ. ഇതിലാരാണ്? എ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത്. 17. ചണ്ഡാലഭിഷുകി എന്ന കൃതിയിലെ നായകൻ ആര്? ശ്രീബുദ്ധൻ, ആനന്ദഭിഷു, ഉപഗുപ്തൻ, അശോകൻ. ഇതിൽ ആനന്ദഭിഷുവാണ് ചണ്ഡാലഭിഷുകി എന്ന കൃതിയിലെ നായകൻ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1975, 1981, 1990, 1965. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച വർഷം 1981. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏത്? ആദ്യത്തെ വിലാപകാവ്യം എന്നാണ് ചോദിക്കുന്നത്. പ്രരോദനം, കണ്ണുനീർത്തുള്ളി, ഒരു വിലാപം, ചിന്താവിഷ്ടയായ സീത. ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം. ഒരു വിലാപം എന്ന പേരിൽ മറ്റൊരു ആൾ കൂടി വിലാപകാവ്യം രചിച്ചിട്ടുണ്ട്. 2 പേര് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ വിലാപകാവ്യമായ ഒരു വിലാപം എഴുതിയത് CS സുബ്രഹ്മണ്യം പോറ്റിയാണ്. ഒരു വിലാപം എന്ന പേരിൽ മറ്റൊരു കവിത രചിച്ചത് PC ബാലകൃഷ്ണ പണിക്കറാണ്. ഇപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. CS സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപമാണ് ആദ്യത്തെ വിലാപകാവ്യം. സാര ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, സുബ്രഹ്മണ്യ ഭാരതി. ആരാണ് സാര ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത്? ഓപ്ഷൻ ബി, മുഹമ്മദ് ഇക്ബാൽ. അടുത്ത 21ാമത്തെ ചോദ്യം. ആദ്യ വിലാപകാവ്യത്തിൻ്റെ കർത്താവാര്? നേരത്തെ നമ്മൾ പഠിച്ചു. ആദ്യത്തെ വിലാപകാവ്യം എന്ന് പറയുന്നത് ഒരു വിലാപമാണ്. ഒരു വിലാപം എന്ന പേരിൽ 2 പേര് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ വിലാപകാവ്യം എഴുതിയത് CS സുബ്രഹ്മണ്യം പോറ്റി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 22. 1973 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ച സാഹിത്യകാരൻ ആര്? ഏത് കൃതിക്കാണ് ആ അവാർഡ് നിരസിച്ചത്? OV വിജയൻ തൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയാണോ? T പത്മനാഭൻ്റെ സാക്ഷിയാണോ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീനാണോ? NDയുടെ കാലമാണോ? ഏത് കൃതിയാണ് ആരാണ് നിരസിച്ചത്? ഓപ്ഷൻ ബി, T പത്മനാഭൻ സാക്ഷി എന്ന കൃതിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചത്. 23. VC ബാലകൃഷ്ണ പണിക്കരുടെ വിലാപകാവ്യത്തിൻ്റെ പേരെന്ത്? നേരത്തെ പരിചയപ്പെട്ട ഇതിൻ്റെ മറ്റൊരു രൂപം പരിചയപ്പെട്ടിരുന്നു. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ആരെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു വിലാപം എന്ന് നമ്മൾ പഠിച്ചു. ഒരു വിലാപം എന്ന പേരിൽ 2 പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് CS സുബ്രഹ്മണ്യം പോറ്റിയാണ്, ഒന്ന് VC ബാലകൃഷ്ണ പണിക്കറുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി VC ബാലകൃഷ്ണ പണിക്കരുടെ വിലാപകാവ്യത്തിൻ്റെ പേരെന്ത്? ഒരു വിലാപം. 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ രചന പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഇംഗ്ലീഷ് കവിയായ PB ഷെല്ലിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനിടയാക്കിയ ഗ്രന്ഥമേത്? സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ PB ഷെല്ലി രചനകൾ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അപ്പോൾ പ്രശ്നമുണ്ടായതായി തോന്നിയ ഒരു രചന സ്കൂൾ അധികൃതർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇങ്ങനെയുള്ളൊരു കുട്ടി സ്കൂളിൽ പഠിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കി. ഏതായിരിക്കാം അപ്പോൾ ആ കൃതി?
ദൈവത്തിൻ്റെ അതിരുകൾ, നിരീശ്വരവാദത്തിൻ്റെ ആവശ്യം, പ്രകൃതിയുടെ സൗന്ദര്യം, വിപ്ലവത്തിൻ്റെ സ്വരങ്ങൾ. ഇത് ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. എന്താണ് ബി? നിരീശ്വരവാദത്തിൻ്റെ ആവശ്യം എന്ന രചന പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. PV ഷെല്ലിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. 25ാമത്തെ ചോദ്യം, വിലാപകാവ്യരംഗത്തെ ഏറ്റവും ഉത്കടമായ കൃതി ഏത്? വിലാപകാവ്യം, ആദ്യ വിലാപകാവ്യം ഒരു വിലാപം C.S. സുബ്രഹ്മണ്യം പോറ്റിയാണ്. V.C. ബാലകൃഷ്ണപ്പണിക്കറും ഒരു വിലാപം എന്ന കാവ്യം രചിച്ചിട്ടുണ്ട്. എന്നാൽ വിലാപകാവ്യങ്ങൾ നിരവധി ആളുകൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ഉത്കടമായ വിലാപകാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണുനീർത്തുള്ളിയാണ്. ആരാണ് കണ്ണുനീർത്തുള്ളി രചിച്ചത്? വഴിയേ പറയാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 26, കുറ്റവും ശിക്ഷയും എന്ന നോവൽ രചിച്ചതാര്? ടോൾസ്റ്റോയി, ദസ്തയേവ്സ്കി, മാക്സിം ഗോർക്കി, ആൻഡൺ ചെക്കോവ്. കുറ്റവും ശിക്ഷയും എന്ന നോവൽ രചിച്ചത് ദസ്തയേവ്സ്കിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 27, കണ്ണുനീർത്തുള്ളി എന്ന കൃതിയുടെ കർത്താവാര്? മലയാളത്തിലെ ഏറ്റവും ഉത്കടമായ വിലാപകാവ്യം എന്ന് പറഞ്ഞു. അത് കണ്ണുനീർത്തുള്ളി നമ്മൾ പഠിച്ചു. ആ കണ്ണുനീർത്തുള്ളിയുടെ കർത്താവ് ആരാണ്? കുമാരനാശാൻ, നാലപ്പാട്ട് നാരായണമേനോൻ, വള്ളത്തോൾ, ഉള്ളൂർ. ആരാണ്? ബി. ആരാന്ന് നോക്കിയാൽ നാലപ്പാട്ട് നാരായണമേനോനാണ് കണ്ണുനീർത്തുള്ളി എന്ന കൃതിയുടെ കർത്താവ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഇന്ദിരാഗാന്ധിക്കാണോ, കമലാ നെഹ്റുവിനാണോ, മോത്തിലാൽ നെഹ്റുവിനാണോ, മഹാത്മാഗാന്ധിക്കാണോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? നെറ്റ് പരീക്ഷയ്ക്കും PSC പരീക്ഷയ്ക്കും കേട്ടറ്റിനുമൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കമലാ നെഹ്റുവിനാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര്? മലയാള സാഹിത്യ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ ചോദ്യം ഏതിന് ചോദിക്കുന്നതാണ് എന്നുള്ളത്. ഇത് സെറ്റിന് ചോദിക്കാൻ പറ്റിയതാണോ, നെറ്റിന് ചോദിക്കാൻ പറ്റിയതാണോ, ഇതിൻ്റെ ആ ഒരു പഠിച്ച് പരിചയം അല്ലെങ്കിൽ തഴക്കവും ഒരു മലയാള വിദ്യാർത്ഥി, മലയാളം അധ്യാപിക തൻ്റെ അനുഭവത്തിലൂടെ കേട്ട് പഠിച്ച് അനുഭവ പരിചയം വെച്ചുകൊണ്ട് ഒരു ചോദ്യം കേൾക്കുമ്പോൾ പോലും അത് ഏത് സെക്ഷനുമായി അല്ലെങ്കിൽ ഏത് വിഭാഗവുമായി ബന്ധിപ്പിച്ച് ചോദിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാകാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് കടന്നുപോയ ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾ തന്നെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നെറ്റിനായിരിക്കാം, ഇത് സെറ്റിനായിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ പറയുന്ന ഈ ചോദ്യവും ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി, അത് തീർച്ചയായിട്ടും സെറ്റിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നീട് നമുക്ക് LP UP വിഭാഗം PSCക്കും അത് ചോദിക്കാം. അതുപോലെ തന്നെ നെറ്റല്ല കേട്ടിട്ട് 1, 2, 3 അതെല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്നതാണ്. നെറ്റിന് ഇത് ചോദിക്കില്ല. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ. ഇവിടെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഏത് പേരിലാണ്? ഉജ്ജ്വല ശബ്ദാട്യൻ. കുമാരനാശാൻ ഏത് പേരിലാണ്? ആശയഗംഭീരനെന്നും സ്നേഹഗായകനെന്നും. ജി ശങ്കരക്കുറുപ്പ് ഏതാണ്? മിസ്റ്റേക്ക് കവി എന്നറിയപ്പെടുന്നു അല്ലേ. അപ്പം അങ്ങനെയും കൂടെ പരിചയപ്പെട്ടിരിക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 30ാമത്തെ ചോദ്യം, ആൾക്കൂട്ടം എന്ന നോവൽ എഴുതിയ ആനന്ദിൻ്റെ യഥാർത്ഥ പേരെന്ത്? അപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നത്. ആൾക്കൂട്ടം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ആനന്ദ്. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആളാരാണ്? M. മുകുന്ദൻ, P. സച്ചിദാനന്ദൻ, ആനന്ദൻ K. സി. രാധാകൃഷ്ണൻ. ആനന്ദൻ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? P. സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദന് 2 ഉണ്ട്. K. സച്ചിദാനന്ദനും ഉണ്ട്, P. സച്ചിദാനന്ദനും ഉണ്ട്. ഇതിനകത്ത് ഒരു ആനന്ദനാണ് ആനന്ദ് എന്നറിയപ്പെടുന്നത്. അത് P ആണോ K ആണോ? P ആണ്. P. സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ 30 ക്വസ്റ്റ്യനാണ് പരിചയപ്പെട്ടത്. ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ തരുന്നതിന് വേണ്ടി നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. എല്ലാവരും ഇത് വേഗം തന്നെ പഠിച്ചെടുക്കുക, പരിചയപ്പെടുക.